പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചി മരുന്നൊക്കെ വാങ്ങിച്ച് തിരികെ വണ്ടിക്കടുത്തേക്ക് നടക്കുമ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത്. തന്റെ വണ്ടിക്ക് സമീപം ഒരു പോലീസ് ജീപ്പ് കിടക്കുന്നു. യൂണിഫോം ഇട്ട 2 പോലീസുകാർ വണ്ടിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. സച്ചി വേഗം അങ്ങോട്ടേക്ക് ചെന്നു. അതിലൊരു പോലീസുകാരൻ അരുണായിരുന്നു. ദേവുവിന് ഇഷ്ടമുള്ള ആ അരുൺ. സർ, അതെന്റെ വണ്ടിയാ, സച്ചി വിനയത്തോടെ പറഞ്ഞു. അരുൺ സച്ചിയൊന്ന് അടിമുടി നോക്കി. ഒരു പുച്ഛച്ചിരി അയാളുടെ മുഖത്ത് വിരിഞ്ഞു. ഓഹോ, നിന്റെ വണ്ടിയാണോ ഇത്? നിനക്കെന്താടാ കണ്ണ് കണ്ടൂടെ? ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് വെച്ചിരിക്കുന്നത് വായിക്കാൻ നിനക്കറിയില്ലേ? സച്ചി ശാന്തമായി തന്നെ മറുപടി നൽകി. ക്ഷമിക്കണം സാറേ, ഞാൻ ബോർഡ് കണ്ടില്ല. അത്യാവശ്യമായിട്ടൊരു മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാ. പെട്ടെന്ന് വണ്ടി ഇവിടെ നിർത്തിപ്പോയതാണ്. എന്റെ ഭാഗത്താ തെറ്റ് സമ്മതിച്ചിട്ടും അരുണിന്റെ ഭാവം മാറിയില്ല. സച്ചിയെ പരമാവധി അപമാനിക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. നിനക്കൊക്കെ നിയമം അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നിയ പോലെ വണ്ടിയിടുന്നത്. നിന്നെയൊക്കെ നിയമം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ എന്നെ പോലുള്ളവരൊക്കെ ഈ കുപ്പായമിട്ട് നടക്കുന്നത്. അരുണിന്റെ ശബ്ദമുയർന്നു. സച്ചിക്ക് ആ സംസാരം അത്ര തങ്ങ് പിടിച്ചില്ല എങ്കിലും അവൻ നിയന്ത്രിച്ചു നിന്നു. സർ, ഞാൻ പറഞ്ഞതോ തെറ്റ് എന്റെ ഭാഗത്താണ്. ഫൈൻ അടക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അരുൺ അവിടെ നിർത്താൻ ഉദ്ദേശിച്ചില്ല. അയാൾ സച്ചിയുടെ നേരെ വിരൽ ചൂണ്ടി ചോദിച്ചു. നിന്റെ അച്ഛന്റെ പേരെന്താടാ? പറയടാ. നിന്റെ അച്ഛൻ്റെ വകയാണോ ഈ റോഡ്? തോന്നിയ പോലെ വണ്ടികളൊക്കെ കൊണ്ടുപോയിടാന്. അച്ഛനെ പറഞ്ഞത് കേട്ട് സച്ചിയുടെ ഉള്ളിലെ നിയന്ത്രണം നൂല് പൊട്ടി. അവന്റെ കണ്ണുകളിൽ പെട്ടെന്ന് തന്നെ തീ പാറി രക്തം തിളക്കുന്നത് പോലെ സച്ചിക്ക് തോന്നി. തെറ്റ് ചെയ്തതിന് ഫൈൻ അടക്കാമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാരണവുമില്ലാതെ അച്ഛനെ അധിക്ഷേപിക്കുന്നത് കേട്ടു നിൽക്കാനൊന്നും അവൻ കഴിയില്ലായിരുന്നു. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ സച്ചി മുന്നോട്ടാഞ്ഞു. അരുണിന്റെ യൂണിഫോം ഷർട്ടിന്റെ കോളറിന് സച്ചി അങ്ങ് ഇറുകെ പിടിച്ചു. ചുറ്റും നിൽക്കുന്നവരൊക്കെ അത് കണ്ട് ഞെട്ടിത്തരിച്ചു. എന്റെ അച്ഛനെ പറയാൻ നീ ഏത് പോലീസുകാരനായാലും ഞാൻ സമ്മതിക്കില്ലടാ. എന്ത് ധൈര്യത്തിലാടാ നീ എന്റെ അച്ഛനെ പറഞ്ഞത്? സച്ചി അലറി. അരുൺ ശരിക്കും അങ്ങ് ഭയന്നുപോയി. നീ എന്റെ ഷർട്ടിന്റെ കോളറിന് കയറി പിടിക്കുന്നല്ലടാ. അയാൾ കുതിറി മാറ്റാൻ നോക്കി. അവിടെ പെട്ടെന്ന് വലിയൊരു ആൾക്കൂട്ടമുണ്ടായി. സച്ചിയുടെ പിടി വീഴാൻ അരുൺ പാടുപെട്ടു. അപ്പോഴേക്കും ജീപ്പിലുണ്ടായിരുന്ന 2ാമത്തെ പോലീസുകാരൻ ഓടി വന്നു. എന്താടോ ഇവിടെ പ്രശ്നം? വാടാ, വിടടാ അയാളെ. അയാൾ സച്ചിയെ പിടിച്ചു മാറ്റി. സച്ചി ദേഷ്യത്തിൽ കിതച്ചുകൊണ്ട് പറഞ്ഞു. സർ, ഞാൻ മലയാളത്തിൽ പറഞ്ഞതാ എന്റെ ഭാഗത്ത് തെറ്റാണെന്ന്. ഫൈൻ അടക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതിന് ഇയാൾ എന്റെ അച്ഛനെ വിളിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? 2ാമത്തെ പോലീസുകാരന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. അരുൺ വെറുതെ പ്രശ്നമുണ്ടാക്കിയതാണെന്ന് അയാൾക്ക് തോന്നി. ഇവിടെ വെച്ച് വലിയൊരു സീനുണ്ടാക്കണ്ട എന്ന് കരുതി അയാൾ അരുണിനോട് പതുക്കെ പറഞ്ഞു. സർ, അവിടെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, കൂടുതൽ പ്രശ്നമാക്കണ്ട. എങ്കിലും അരുണിന്റെ ഈഗോ വല്ലാതെ വ്രണപ്പെട്ടിരുന്നു. ഇവനെ പിടിച്ച് വണ്ടി കയറ്റടാ. വണ്ടിയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്. ബാക്കിയൊക്കെ അവിടെ വെച്ച് തീർക്കാം, അരുൺ കലിപ്പോടുകൂടെ പറഞ്ഞു. സച്ചിയെ അവൻ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സച്ചിയെ പോലീസ് പിടിച്ചു എന്ന വാർത്ത വളരെ വേഗത്തിലാണ് രേവതിയുടെ ചെവിയിലെത്തിയത്. കേട്ട പാതി കേൾക്കാത്ത പാതി അവൾ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തി. അവളുടെ ഹൃദയം വേഗത്തിൽ തന്നെ മിടിക്കുന്നുണ്ടായിരുന്നു. കിതച്ചുകൊണ്ട് അവൾ സ്റ്റേഷന്റെ പടവുകൾ കയറി. ഉള്ളിലെ ഒരു ബെഞ്ചിൽ തല കുനിച്ചിരിക്കുകയായിരുന്നു സച്ചി. രേവതിയെ കണ്ടപ്പോൾ സച്ചി മുഖമുയർത്തി നോക്കി. അവൾ നേരെ അവന്റെ അടുത്തേക്ക് വന്നു. സച്ചിയേട്ടാ, അവളുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. എന്താ ഉണ്ടായത്? നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയതാണോ ഇവരിങ്ങനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? സച്ചി പതുക്കെ പറഞ്ഞു. അതേ രേവതി, ഞാൻ അറിയാതെ നിർത്തിപ്പോയതാ. അതിന് ഞാൻ ഫൈൻ അടക്കാമെന്നും പറഞ്ഞു. പിന്നെ എന്തിനാ ആ പോലീസുകാരന്റെ ഷർട്ടിന്റെ കോളർ കയറി പിടിക്കാൻ പോയത്? രേവതിയുടെ ശബ്ദമുയർന്നു. അവളുടെ കണ്ണുകളിൽ സങ്കടവും ദേഷ്യവും നിറഞ്ഞു നിന്നിരുന്നു. സച്ചിയേട്ടാ, ഒരു പ്രശ്നം കഴിഞ്ഞതേയുള്ളൂ. അതിന്റെ ഇടയിലാ വീണ്ടും. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ സച്ചിയേട്ടനോട് ഈ ഒരു ദേഷ്യമൊന്ന് കൺട്രോൾ ചെയ്യാന്. വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? രേവതി പരസ്യമായി ദേഷ്യപ്പെടുന്നത് സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. രേവതി, ഞാൻ തെറ്റ് ചെയ്തു, അത് ഞാൻ സമ്മതിച്ചതാ. പക്ഷേ അയാൾ എന്റെ അടുത്തേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കാൻ വന്നതാണ്. അയാൾ എന്റെ അച്ഛനെ പറഞ്ഞു. എന്റെ അച്ഛനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുമോ? അത് ഏതവനാണെങ്കിലും ശരി, ഞാൻ വിടില്ല. സച്ചിയുടെ ശബ്ദത്തിലും കലിപ്പുണ്ടായിരുന്നു. ഇത് തന്നെയാണ് സച്ചിയേട്ടന്റെ പ്രശ്നം, രേവതി കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ദേഷ്യപ്പെട്ട് അവരുടെ നെഞ്ചത്തോട്ടങ്ങ് കയറിക്കോളും. രേവതി, നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? സച്ചി ദേഷ്യത്തോട് ചോദിച്ചു. നിന്നോട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞോ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് വന്നോളാം, നീ പോവാൻ നോക്ക്. സച്ചി മുഖം തിരിച്ചു കളഞ്ഞു. പക്ഷേ രേവതി അവിടെ തന്നെ നിന്നു. ഇല്ല, സച്ചിയേട്ടൻ വന്നിട്ട് മാത്രമേ ഞാനും പോകുന്നുള്ളൂ. നീ എന്നെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ തന്നെ ഭയങ്കര ദേഷ്യത്തിലായിരിക്കുന്നത്. വെറുതെ എന്റെ വായിലിരിക്കുന്നതൊന്നും കേൾക്കാൻ നിൽക്കണ്ട, നീ പോയിക്കോ. അവരവരുടെ ജോലി ചെയ്തതല്ലേ. ഏത് തന്തയ്ക്ക് വിളിക്കുന്നതാണോ അവരുടെ ജോലി? സച്ചി ഇടങ്ങണ്ണിട്ടുകൊണ്ട് നോക്കി. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോ രേവതി. ഇവർ തമ്മിലുള്ള തർക്കം കേട്ട് ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇവിടെ ഒരു തർക്കം? രേവതി വേഗം അയാളുടെ അടുത്തേക്ക് ചെന്ന് കൈകൂപ്പി. സാറേ, ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിയാതെ വണ്ടി പാർക്ക് ചെയ്തു പോയതാ. അദ്ദേഹത്തിനെ വെറുതെ വിടണം സാർ. പോലീസുകാരൻ രേവതിയെ നോക്കി പറഞ്ഞു. അതൊക്കെ ഇൻസ്പെക്ടർ സാർ വന്നിട്ടുണ്ട്, അവിടെ പറയണം. സാർ എപ്പോഴാ വരിക? രേവതി ചോദിച്ചു. അതൊന്നും പറയാൻ പറ്റില്ല, വെയിറ്റ് ചെയ്യേ. സാർ, ഈ കേസിന് എന്ത് ശിക്ഷ കിട്ടുക? രേവതി വീണ്ടും ചോദിച്ചു. സച്ചിക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യം വന്നു. രേവതി, നീ ഒന്ന് പോവാൻ നോക്ക്.
ഞാൻ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമല്ലേ. സച്ചേട്ടൻ മിണ്ടാതിരിക്കെ. രേവതി തിരിച്ചടിച്ചു. പോലീസുകാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജയിൽവാസം കിട്ടും. ചുമ്മാ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാതെ അവിടെ എങ്ങാനും പോയി ഇരിക്കുവേണേ. അയാൾ ഉള്ളിലേക്ക് പോയി. സച്ചി രേവതിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നിൽക്കുക. നീ വീട്ടിലേക്ക് പോ രേവതി. ഇല്ല, സച്ചിയേട്ടൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാനും ഇവിടെ തന്നെ ഇരിക്കും, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. സച്ചിയുടെ അടുത്തായി അവളും ആ ഒരു ബെഞ്ചിൽ തന്നെ ചെന്നിരുന്നു. അവരിങ്ങനെ ഇരിക്കുന്ന സമയത്തിന്റെ സ്റ്റേഷന്റെ മുൻവാതിലൂടെ സുധിയും ശ്രുതിയും കയറി വന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് സുധിയുടെ കയ്യിൽ നിന്നും ഒരാൾ 30 ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു. ആ ഒരു അമ്പലത്തിൽ വെച്ചായിരുന്നു സംഭവം. CCTV ഫൂട്ടേജ് സഹിതം സുധി പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും നാളിതുവരെയായിട്ടും യാതൊരുവിധ വിവരവും കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിക്കാനും CCTV ഫൂട്ടേജ് എടുക്കാനും പോലീസുകാരെ കൂട്ടിക്കൊണ്ടുവരാനുമൊക്കെയാണ് അവർ വന്നത്. വരുന്ന വഴിക്ക് സുധി ശ്രുതിയോട് പറഞ്ഞിരുന്നു, എത്ര നാളായി നമ്മൾ കേസ് കൊടുത്തിട്ട് ഇതുവരെ ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല. അതിന് സുധി പറഞ്ഞ മറുപടി ഇതായിരുന്നു, നമ്മുടെ കേസ് മാത്രമല്ലല്ലോ അവർക്കുള്ളത്. ഞാൻ ഇന്നൊരു പുതിയ സ്ട്രാറ്റജി പരീക്ഷിക്കാൻ പോവാണ്. സാധാരണ പോലെ സംസാരിച്ചാലൊന്നും ശരിയാവില്ല. നീ വാ. സ്റ്റേഷനിലേക്ക് കയറിയ സുധിയെ കണ്ണുകൾ ആദ്യം നിന്നെ ഉടക്കിയത് ബെഞ്ചിലിരിക്കുന്ന സച്ചിയും രേവതിയിലേക്കുമാണ്. സുധിയുടെ ചുണ്ടിലൊരു പരിഹാസ ചിരി വിരിഞ്ഞു. അവൻ ശ്രുതിയോട് ചോദിച്ചു, ഇവനെന്താ ഈ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്? ഇവൻ ഇവിടെ വന്നിരിക്കുന്നത് പുതിയ കാര്യമാണോ? സുധി നേരെ ചെന്ന് അവിടെ നിന്ന് ഒരു പോലീസുകാരനോട് ചോദിച്ചു, സർ, ഇവന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണോ? പോലീസുകാരൻ ചോദിച്ചു, അത് ചോദിക്കാൻ താൻ ആരാടോ? ഞാൻ അവന്റെ ഏട്ടനാണ് സർ. ഓ, അനിയനെ ജാമത്തിലിറക്കാൻ വന്നതാണോ? ഉടനെ സുധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ അല്ല സർ, ഇവൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 കേസും കൂടി എന്റെ മേലെ ചാർജ് ചെയ്ത് ഉള്ളിലിടാൻ പറഞ്ഞിരുന്ന ടൈപ്പാണ്. പോലീസുകാരനെ അടിക്കാൻ കയ്യോങ്ങിയെന്നാ കേട്ടത്. ഇവൻ അതല്ല, അതിനപ്പുറവും ചെയ്യും. കുറച്ച് നാളത്തേക്ക് ഇവൻ അങ്ങ് ജയിലിലിടണം. എന്നാൽ മാത്രമേ അവനൊക്കെയൊന്നും നന്നാവുള്ളൂ. സ്വന്തം ഏട്ടൻ തന്നെ അനിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ രേവതിക്കത് സഹിച്ചില്ല. അവൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. ശ്രുതി, നിന്റെ ഭർത്താവ് എന്ത് വർത്താനായി പറയുന്നത്? സ്വന്തം അനിയനെയാണോ പിടിച്ച് ജയിലിലിടാൻ പറയുന്നത്? അവിടെ നടന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വെറുതെ കൂടുതലൊന്നും സംസാരിക്കരുത്. സച്ചി രേവതിയുടെ കയ്യിൽ പിടിച്ച് പതുക്കെ വലിച്ച് താഴേക്കിരുത്തി. രേവതി, നീ ഇവരെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നീ മിണ്ടാതിരിക്ക്. പോലീസുകാരൻ സുധിയെ നോക്കി ചോദിച്ചു, നിങ്ങളുടെ കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന്. സുധി വേഗം തന്നെ ഭാവം മാറ്റി. അയ്യോ അല്ല സർ, ഞങ്ങളുടെ കയ്യിൽ നിന്നും 30 ലക്ഷം രൂപ ഒരുത്തൻ പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതിന്റെ കാര്യമാ ചോദിച്ചത്. ഉടനെ തന്നെ സച്ചി അവിടെ ഇരുന്ന് ഉറക്കെ പറഞ്ഞു, സർ, അവൻ പറ്റിച്ചുകൊണ്ട് പോയതല്ല, ഇവർ പോയി പറ്റിക്കപ്പെട്ടതാണ്. സുധി സച്ചിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അത് നിന്നോടാരെങ്കിലും ചോദിച്ചോടാ? ശ്രുതിയോട് പറഞ്ഞു, സുധി, നീ അവന്റെ കാര്യം വിട്, നമ്മുടെ കാര്യം സംസാരിക്ക്. സുധി പോലീസുകാരനോട് വീണ്ടും പറഞ്ഞു, അമ്പലത്തിൽ വെച്ച് ഒരാളുടെ CCTV ഫൂട്ടേജ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ കേസ് എന്തായി? പോലീസുകാരൻ ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു, അതൊക്കെ ഇൻസ്പെക്ടർ സർ വന്നിട്ട് ചോദിക്കണം. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യേ. ഇത്രയും പറഞ്ഞ് അയാൾ അവിടെ നിന്നും മാറി നടന്നു. ശ്രുതി നിരാശയോടെ പറഞ്ഞു, അയാളുടെ പറച്ചിൽ കേട്ടിട്ട് സാർ വരാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും. നമ്മളിവിടെ എത്ര നേരം എന്ന് വെച്ചാ നിൽക്കുക? സുധി വല്ലാത്ത ആത്മവിശ്വാസത്തോടെ ചിരിച്ചു. അവരെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായി തരാം, നീ ഇവിടെ നിൽക്ക്. സുധി നേരെ പോലീസുകാരൻ്റെ അടുത്തേക്ക് നടന്നു. സുധി പോലീസുകാരൻ്റെ അടുത്ത് ചെന്നിട്ട് അങ്ങേയറ്റം ഗൂഢമായൊരു ഭാവത്തിൽ പറഞ്ഞു, സർ, ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുമോ? പോലീസുകാരൻ സംശയത്തോടെ അല്പം മാറി നിന്നു. സുധി താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, സർ, ഞാൻ പറഞ്ഞ ഉടനെ തന്നെ ഇൻസ്പെക്ടർ ആക്ഷൻ എടുക്കുമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? തുടർന്ന് സുധി പോലീസുകാരന്റെ ചെവിയിൽ എന്തോ ഒരു കാര്യം മന്ത്രിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി പോലീസുകാരന്റെ മുഖം കലിത്തുള്ളി ചുവന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അയാൾ ഓങ്ങി സുധിയുടെ കർണത്തൊറ ഒറ്റയടിയങ്ങ് അടിച്ചു. സുധി കറങ്ങി അങ്ങ് താഴേക്ക് വീഴാൻ പോയി. എന്തിനാണ് സർ ഇദ്ദേഹത്തെ അടിക്കുന്നത്? ശ്രുതി ഓടിച്ചെന്ന് ചോദിച്ചു. പോലീസുകാരൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, അടിക്കാതെ പിന്നെ ഇവനെ ഞാൻ മാലയിട്ട് സ്വീകരിക്കണോ? ഇൻസ്പെക്ടർ എങ്ങാനും ഇവൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ ഇവനെ ഇടിച്ചങ്ങ് പരുത്തി അകത്തിടും. അയാൾ ദേഷ്യപ്പെട്ട് നേരെ പോയിട്ട് സീറ്റിലിരുന്നു. ശ്രുതി പരിഭ്രമത്തോടെ ചോദിച്ചു, സുധി, നീ എന്താ അയാളോട് പോയി ചോദിച്ചത്? സുധി കവിളവും പൊത്തിപ്പിടിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ നിന്നു. സീറ്റിലിരിക്കുന്ന പോലീസുകാരൻ വീണ്ടും അലറി, മേലാൽ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത് നിന്നെ. ഇത് കേട്ട് അടുത്ത സീറ്റിലിരുന്ന മറ്റൊരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നു. എന്താടോ, എന്തിനാ ഇയാളെ തല്ലിയത്? ആദ്യത്തെ പോലീസുകാരൻ സുധി പറഞ്ഞ കാര്യങ്ങൾ രണ്ടാമത്തെ പോലീസുകാരന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ രണ്ടാമത്തെ പോലീസുകാരൻ ഞെട്ടി. ഓഹോ, നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊടുത്ത് രണ്ടാമത്തെ പോലീസുകാരൻ സുധിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. വീണ്ടും സുധിയുടെ മകത്ത് ഒരൊറ്റ അടിയങ്ങ് വെച്ചു കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന 3-4 പോലീസുകാർക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാവുകയും എല്ലാവരും മാറി മാറി സുധിയിട്ട് തല്ലുകയും ചെയ്തു. സുധിക്ക് നല്ലോണം ഒന്നാന്തരം പെരുമാറ്റം തന്നെ കിട്ടി. ശ്രുതിക്ക് കാര്യം ഏകദേശം പിടികിട്ടി. സുധി ചോദിച്ചത് എന്തോ വലിയ തെമ്മാടിത്തരമാണെന്ന് അവൾക്ക് മനസ്സിലായി. പോലീസുകാരൻ ശ്രുതിയും സ്റ്റേഷനിൽ നിന്നും ആട്ടിയോടിച്ചു. പുറത്തിറങ്ങിയപ്പോൾ ശ്രുതി ചോദിച്ചു, അതിന് മാത്രം സുധി എന്താ നീ അവരോട് പോയി അടുത്തുപോയി ചോദിച്ചത്? ശ്രുതിക്ക് വേറെ നിവൃത്തിയില്ലാതെ താൻ പറഞ്ഞ കാര്യം ശ്രുതിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖത്ത് അറപ്പും ദേഷ്യവും നിറഞ്ഞു. നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവൾ ദേഷ്യത്തിൽ അവനെ അവിടെ നിന്ന് നിർത്തിയിട്ട് ഒറ്റയ്ക്ക് അങ്ങ് നടന്നുപോയി. ഇതൊക്കെ കണ്ട് സ്റ്റേഷനിലിരുന്ന സച്ചിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല.
അവൻ തനിക്ക് പരിചയമുള്ള ഒരു പോലീസുകാരനെ അടുത്തേക്ക് വിളിച്ച് ചോദിച്ചു. അല്ല സർ, അവൻ എന്താ പറഞ്ഞത്? ആ പോലീസുകാരൻ ചിരിച്ചുകൊണ്ട് സച്ചിയുടെ ചെവിയിൽ ശ്രുതി പറഞ്ഞ ആ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ സച്ചി പൊട്ടിച്ചിരിച്ചുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ സ്റ്റേഷനിലേക്ക് വന്നു. സച്ചിയെ രേവതിയും കണ്ട അദ്ദേഹം അവരുടെ അടുത്തേക്ക് വിളിപ്പിച്ചു. അരുൺ എന്ന പോലീസുകാരൻ അങ്ങോട്ടേക്ക് എത്തി. സർ, എന്റെ ഭാഗത്താണ് തെറ്റിയെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ അറിയാതെ നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിപ്പോയതാണ്. നിയമപ്രകാരമുള്ള ഫൈൻ അടക്കാനും ഞാൻ തയ്യാറാണെന്നും ഞാൻ പറഞ്ഞിരുന്നല്ലോ, സച്ചി അരുണിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എന്തിനാണോ താൻ ഇയാളെ ഇങ്ങോട്ടേക്ക് ഷർട്ടിന്റെ കോളർ കയറി പിടിച്ചത്? ഇൻസ്പെക്ടർ ഗൗരവത്തിൽ ചോദിച്ചു. സർ, ഞാൻ എന്റെ തെറ്റ് സമ്മതിച്ചിട്ടും അദ്ദേഹം എന്റെ അച്ഛനെ അനാവശ്യമായിട്ടാണ് പറഞ്ഞത്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ എന്റെ അച്ഛനെ പറയാൻ അദ്ദേഹത്തിന് യാതൊരുവിധ ആവശ്യമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ സർ ആണെങ്കിലും ശരി, എന്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ കൈവെക്കും സർ. ഇൻസ്പെക്ടർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം സച്ചിയെ ഉപദേശിച്ചു. പോലീസുകാരനെ കയ്യേറ്റം ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. എങ്കിലും ഈ പ്രശ്നത്തിൽ പോലീസുകാരുടെ ഭാഗത്തും തെറ്റുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിന്നെ വെറുതെ വിടാണ്. അതിനുശേഷം ഇൻസ്പെക്ടർ അരുണിനെ പരസ്യമായി തന്നെ ശകാരിച്ചു. സച്ചിയുടെ മുന്നിൽ വെച്ചുള്ള ആ ഒരു വഴക്ക് അരുണിന് വല്ലാത്ത അപമാനമായി തോന്നി. അവന്റെ മനസ്സിൽ സച്ചിയോടുള്ള പക ഇരട്ടിയായിരുന്നു. നോ പാർക്കിങ്ങിൽ ഫൈൻ അടപ്പിച്ചതിനു ശേഷം ഇൻസ്പെക്ടർ അവരെ പോവാൻ അനുവദിച്ചു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രേവതി ചോദിച്ചു, സച്ചിയേട്ടാ, ആ ശ്രുതി പോലീസുകാരുടെ അടുത്തേക്ക് എന്ത് കാര്യമാണ് പറഞ്ഞത്? സച്ചി രേവതിയെ നോക്കി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ഏട്ടൻ പോയി ചോദിക്കുന്നത്? അവൾ ചിരിയടക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു. രണ്ടുപേരും ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് എത്തിയ സച്ചിയെയും രേവതിയും കാത്ത് രവീന്ദ്രനും ചന്ദ്രമതിയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സച്ചി അവരോട് വിശദീകരിച്ചു. അച്ഛ, അതൊക്കെ കഴിഞ്ഞു. വേറൊരു രസകരമായ സംഭവം കൂടി ഉണ്ടായി ഇന്ന്. സ്വന്തം കേസ് അന്വേഷിക്കാൻ പോയ ശ്രുതിയെ പോലീസുകാരിട്ട് പെരുമാറി. ഇത് കേട്ട് രവീന്ദ്രനും ചന്ദ്രമതിയും ഞെട്ടി. എന്തിനാടാ അവനെ പോലീസുകാരടിച്ചത്? രവീന്ദ്രൻ ചോദിച്ചു. രേവതി ചിരി അടക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലീസുകാരോട് പോയി ചോദിച്ചു, അതുകൊണ്ടാണ് അടി കിട്ടിയത്. ചന്ദ്രമതിക്ക് വല്ലാത്ത ആകാംക്ഷയായി. എന്ത് കാര്യമാടാ അവൻ പോയി ചോദിച്ചത്? അതെങ്ങനെ പരസ്യമായി പറയാൻ കൊള്ളുന്ന കാര്യമൊന്നുമല്ലമ്മേ, സച്ചി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രവീന്ദ്രൻ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. എന്തായിരിക്കും അവൻ ചോദിച്ചത്? നീ എന്റെ ചെവിയിൽ പറ. സച്ചി രവിയുടെ ചെവിയിൽ ഇങ്ങനെ ശ്രുതി പറഞ്ഞ ആ ഒരു രഹസ്യം മന്ത്രിച്ചു. അത് കേട്ടപാതി രവിയുടെ മുഖം വല്ലാതെ മാറി. അവൻ നേരെ ശ്രുതി നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു. ഒരു മുന്നറിയിപ്പുമില്ലാതെ അവൻ ശ്രുതിയുടെ കവിളിലങ്ങ് ആഞ്ഞടിച്ചു. നീയൊക്കെ എന്തിനാണ് കുറെ അധികം പഠിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ രവീന്ദ്രൻ അവൻ ദേഷ്യത്തോട് നോക്കിയിട്ട് അവിടെ നിന്ന് നടന്നുപോയി. ശ്രുതിക്ക് വീണ്ടും അപമാനിതനായി തല കുനിച്ച് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എന്ത് കാര്യം എന്നറിയാൻ ചന്ദ്രമതിക്കും വല്ലാത്ത തിടുക്കമായി. അവൻ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. എന്താടാ കാര്യം, എന്നോട് പറ. അതൊന്നും പറയാൻ പറ്റില്ലമ്മേ, സച്ചി ഒഴിഞ്ഞു മാറി. പറയാൻ കൊള്ളുന്ന കാര്യമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പറയില്ലായിരുന്നോ? രവീന്ദ്രനോട് ചോദിക്കുന്ന സമയത്ത് തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിന്നോട് ഞാൻ പറയത്തില്ലായിരുന്നോ ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനും അവിടെ നിന്നും പോയി. ആരും ആ രഹസ്യം പറയാതെ വന്നപ്പോൾ ചന്ദ്രമതിക്ക് വല്ലാത്ത ആകാംക്ഷയായി. സച്ചിയും രേവതിയും പരസ്പരം നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്.